ശരിക്കും ഒട്ടും ഞാൻ ഇത്ര ഒരു ഗംഭീര പടമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല. വന്ന് കണ്ടപ്പോൾ നല്ല എക്സൈറ്റഡ് ആയി തോന്നി. ഉണ്ണിയുടെ ഗംഭീര പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയുടെ ഒരു മെയിൻ സംഭവം. അതുപോലെ തന്നെ മേക്കിങ് നമ്മൾ ഇതുപോലത്തെ ഒരു സൂപ്പർ ഹീറോ ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒത്തിരി വ്യത്യസ്തമായിട്ട് എടുത്തിരിക്കുന്ന ഒരു പടമാണ്. പിന്നെ എല്ലാവരും തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികളുണ്ട്. മഹിമ നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു രഞ്ജിത്ത് ശങ്കറിൻ്റെ മേക്കിങ് ഗംഭീര പരിപാടിയാണ്. പിന്നെ നമുക്ക് എന്തായാലും മാളികപ്പുറത്തിന് ശേഷം ഉണ്ണി മൂന്നിൻ്റെ ഒരു സൂപ്പർ ഫിലിമായിരിക്കും എന്ന് ഞാനിത് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും സിനിമ കണ്ട എല്ലാവർക്കും തന്നെ പടം ഒത്തിരി ഇഷ്ടമായി. അപ്പം എന്തായാലും പടം സൂപ്പർ ഹിറ്റ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളിപ്പം ടൊവിനോ സാറിന്റെ പടങ്ങൾ കാണുന്ന പോലെ ഒരു സൂപ്പർ ഹീറോ അങ്ങനെയല്ല. പക്ഷെ ഇതൊരു മോട്ടിവേഷൻ പിള്ളേർക്ക് ദാറ്റ് ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ആള് ആ പുള്ളിയാണ് ഫുൾ പോലീസ് ഫോഴ്സും ഒന്നും ചെയ്യാൻ പറ്റാത്ത പുള്ളിയാണ് അതിലൊരു മോട്ടിവേഷൻ കാണിച്ച് പുള്ളിയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആൻഡ് അത് നമുക്ക് ആ സമയത്ത് ഒരു മോട്ടിവേഷനാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാരാണ് ആക്ച്വലി റിയൽ ആയിട്ട് ഒരു മനസ്സ് തുറന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അത് നമുക്കൊരു നല്ലൊരു ഇതാണ്. സോ ഇറ്റ്സ് വെരി ഗുഡ് മൂവി. താങ്ക് യു. ഇത് പണം പറയാൻ സാധനം നല്ലൊരു മൂവിയാണ്. കാരണം ഇത് നല്ലൊരു ഒരു ഡ്രാമയാണ്. പിന്നെ ഉണ്ണുവിൻ്റെ ആക്ടിങ് പറഞ്ഞാൽ നല്ലൊരു ആക്ടിങ് ആണ്. പിന്നെ ഒരു ഹാൻഡിക്യാപ്ഡ് ആളെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു മൂവിയാണിത്. പിന്നെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഈ അമാനുഷികത ഒന്നുമില്ല, ആക്ഷൻ ഒന്നുമില്ല. ഒരു അതായത് സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സ് ഉണ്ട് അതിനകത്ത്. അല്ലാതെ സൂപ്പർമാൻ്റെ അമാനുഷികതൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു വൺ ടൈം വാച്ച് മൂവിയാണ്. കാരണം പിള്ളേർക്കൊക്കെ പടം ഇഷ്ടപ്പെടും. പിന്നെ ഫാമിലിക്കാർക്ക് എനിക്ക് ഇഷ്ടപ്പെടും അറിയില്ല. കാരണം വെച്ചാൽ ഇതൊരു ഫാമിലി ബേസ്ഡ് മൂവി എന്ന് പറയാൻ പറ്റില്ല. ഒരു വേറൊരു ത്രില്ലർ ഡ്രാമയാണ് അതിനകത്ത്. ഫസ്റ്റ് ഓഫ് സാധാരണ നമ്മുടെ ഒരു ഇതായിട്ട് തന്നെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ കഥ വരുമ്പോൾ പടം ഒരു എക്സ്ട്രീംലി നല്ലൊരു മോഡലായിട്ട് കയറി വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റും. വേറെ ഒരാൾക്കാർക്ക് മുഷിപ്പില്ലാത്ത രീതിയിൽ നല്ല റേഞ്ചിലൊക്കെ പടം വന്നിട്ടുണ്ട്. സൗണ്ട് എഫക്റ്റ് ഒക്കെ നല്ല സൂപ്പർ സൗണ്ട് എഫക്റ്റും സറൗണ്ടിങ്ങും എല്ലാം പക്ക ക്ലാരിറ്റി സൗണ്ടൊക്കെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ്. മോൻ ചുളിക്കുന്ന പോലത്തെ സീനുകളൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു പടം. ശരി, ഓക്കെ. നല്ല പടമാണ്, എൻഗേജിങ് ഭയങ്കര. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. ഭയങ്കര ഫുൾ ടൈം നമ്മൾ ബോറടിക്കത്തില്ല. ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അത് ഡയറക്റ്റ് ആയിട്ടല്ല, ബട്ട് നല്ല രസമുണ്ട്. എല്ലാവരുടെയും ആക്ടിങ് നല്ല രസമുണ്ട്. ആ കുട്ടിയുടെ ക്യാരക്ടറൈസ് ചെയ്ത് നന്നായിട്ടുണ്ട്. നല്ലതാ. നല്ലൊരു ത്രില്ലർ ജോൺറ. സെക്കൻഡ് ഹാഫ്, പർട്ടിക്കുലർ സെക്കൻഡ് ഹാഫ് റിയലി ത്രില്ലിംഗ്.